ഹായ് ഗായ്സ്, പാലക്കാടല്ലേ, വേറൊരു ജില്ലയും നാടും ഒക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒറ്റപ്പാലത്തേക്ക് എങ്ങനെയാണ് ബസ് കയറേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ ഒരുപാട് പേര് കൂടി നിൽക്കുന്നത് കണ്ട് അങ്ങനെ ഞങ്ങളത് മനസ്സിലാക്കിയത് ഒരു ബസ് സ്റ്റോപ്പാണെന്ന്. അവിടെയാണെങ്കിൽ ഒറ്റപ്പാലം എന്ന് എഴുതിയൊരു ബസ് വന്ന് നിൽക്കുകയും ചെയ്തിട്ടോ. സുബീച്ചയ്ക്കും മിന്നൂസിനും മടി അത് ഒറ്റപ്പാലത്തേക്ക് പോകുന്ന ബസ്സാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. രണ്ടും കൽപ്പിച്ച് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് ഒറ്റപ്പാലത്തേക്ക് പോകുമെന്ന്. മോളെ ഇത് ഒറ്റപ്പാലത്തേക്ക് പോകുന്ന ബസ്സല്ല, ഒറ്റപ്പാലത്ത് നിന്ന് വരുന്ന ബസ്സാണെന്ന് പറഞ്ഞ് അതിനാണ് ഇന്നെങ്ങനെ കളിയാക്കി ചിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് കാത്തു നിന്നപ്പോഴേക്കും ശരിക്കും ഒറ്റപ്പാലത്തേക്കുള്ള ബസ് വരിട്ടോ. ഇങ്ങനെയുള്ള ബസ്സിന്റെ സൈഡ് സീറ്റ് മിന്നൂസിന് വലിയ ഇഷ്ടമില്ലാത്തതിനെ കൊണ്ട് ഇപ്പം ആ മുഖത്ത് ചെറിയ ചിരിയൊക്കെ കാണാൻ പറ്റും കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് അരമണിക്കൂറിന്റെ യാത്ര ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ എത്തി. അവിടെ 7th ഡേ ഹോസ്പിറ്റലിനെ മുമ്പെന്ന് ഓട്ടോ കയറിയാൽ ഞങ്ങളെ സ്ഥലത്തെത്താന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് പോയതെന്നും മറ്റു കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ പോയി കാണുക. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.